യുദ്ധ സാഹചര്യത്തിൽ 2 മാസത്തെ റേഷൻ ഒരുമിച്ച് നൽകണമെന്ന തീരുമാനം സംസ്ഥാനത്ത് നടപ്പായില്ല. വിഷുവിന് മുൻപ് റേഷൻ വിതരണം ചെയ്യാനുള്ള നീക്കം പാളുകയായിരുന്നു. വാതിൽപ്പടിയ സേവനത്തിലൂടെ ഭക്ഷ്യധാന്യങ്ങൾ റേഷൻ കടകളിൽ എത്താത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. സിനോജ് തോമസ് വിവരങ്ങളുമായി. സിനോജ്, ഇപ്പോൾ റേഷൻ വിതരണം ഈ വിഷു സമയത്ത് പാളി എന്നാണോ മനസ്സിലാക്കാനാകുന്നത്? എന്താണ് ഉപഭോക്താക്കൾ പറയുന്നത് സിനോജ്? സ്മൃതി, അതായത് യുദ്ധം കാരണം ഇന്ത്യയിൽ നിന്നുള്ള അരിയുടെയും ഗോതമ്പിനൊക്കെ തന്നെ കയറ്റുമതി കുറഞ്ഞിരുന്നു. പക്ഷേ ഉൽപ്പാദനം വർദ്ധിക്കുകയും ചെയ്തു. ആ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ റേഷൻ അധികം നൽകാൻ വേണ്ടി നിർദ്ദേശം നൽകിയത്. അങ്ങനെയാണ് കേരളത്തിൽ ഏപ്രിൽ മാസത്തെ റേഷനൊപ്പം മെയ് മാസത്തെ റേഷൻ കൂടി നൽകാനുള്ള നിർദ്ദേശം എത്തിയത്. ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് ചെറുപ്പുല കെ സ്റ്റോറാണ്. ഇത് 16-ാം തീയതിയാണ്. മാസം പകുതി കഴിഞ്ഞിരിക്കുന്നത്. ഈ സമയത്തൊക്കെ തന്നെ റേഷൻ കടയിൽ വന്നു കഴിഞ്ഞാൽ റേഷൻ കട നിറയെ അരിച്ചാക്കുകൾ കാണേണ്ടതാണ്. പക്ഷേ ഇവിടെയുള്ളത് 10-15 ചാക്ക് അരി മാത്രമാണ്. ഏപ്രിൽ മാസത്തെ മെയ് മാസത്തെ റേഷൻ ഒരുമിച്ച് നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതായത് ഗോഡൌണുകളിൽ നിന്ന് ഇവിടേക്ക് റേഷൻ കടകളിലേക്ക് അരി കൊണ്ടുവരുന്നതിൻ്റെ പ്രയാസമാണ് ഇതിന് തടസ്സമെന്ന് പറയുന്നു. ഞാൻ നിൽക്കുന്നത് റേഷൻ കട സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് അലിയുടെ കടയിലാണ്. അദ്ദേഹം എനിക്കൊപ്പം ഉണ്ട്. എന്താണ് ഈ ഭക്ഷ്യവകുപ്പ് പറയുന്നത് പ്രശ്നമായിട്ട്? കാരണം 11 ഗോഡൌണുകളിൽ എന്താണ് പറഞ്ഞിട്ടില്ല. സ്റ്റോക്ക് എടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ചില വിഷയങ്ങളുണ്ട്. സാങ്കേതിക തകരാറാണെന്ന് പറയുന്നുണ്ട്, സ്റ്റോക്കിൽ വ്യത്യാസമുണ്ട്. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയേണ്ട ആവശ്യമില്ല. പക്ഷേ കോഴിക്കോട് താലൂക്ക് അതിൽ പെട്ടതാണ്. ആ താലൂക്കിലെ കടയാണിത്. ഇവിടെ ഇന്ന് നിമിഷം വരെ 16-ാം തീയതി വരെ അരി വിതരണം തുടങ്ങിയിട്ടില്ല. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ബന്ധപ്പെട്ട അധികാരികൾക്കൊക്കെ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. ഇപ്പം 2 മാസത്തെ അരി കൊടുക്കണം. അതായത് ഇപ്പം വെള്ളക്കാടിന് കൊടുക്കുന്ന 6 കിലോ അരി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 2 മാസത്തെ അരിയല്ല കൊടുക്കേണ്ടത്, അരി വർദ്ധിപ്പിക്കണം. കൂടുതൽ വരി കൊടുക്കാനുള്ള സംവിധാനമാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്യേണ്ടത്. അല്ലാതെ 2 മാസം അരി ഇപ്പോൾ 6 കിലോ അരിയുള്ള ഒരു വെള്ളക്കാടിന് 12 കിലോ ഒരുമിച്ച് കൊടുത്തു കഴിഞ്ഞാൽ 1 മാസം കൊണ്ട് തീർന്നു പോകും. അതല്ല വേണ്ടത്. 2 മാസത്തെ അരിക്ക് പകരം ഇത്രയും ക്രോപ്പ് കൂടിയ സാഹചര്യം, ഏറ്റവും കൂടുതൽ ഉൽപ്പാദനമുള്ള സമയം FCIയിൽ ഇറക്കി വെക്കാൻ കഴിയുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ പട്ടിണി പാവങ്ങൾക്ക് റേഷൻ വർദ്ധിപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത്. ഈ പ്രശ്നം എല്ലാ ജില്ലയിലും ഉണ്ടോ? എത്ര കടകളെ ബാധിച്ചു? 14 ജില്ലകളിൽ ഈ വിഷയമുണ്ട്. കാരണം വിതരണം തന്നെ തുടങ്ങിയിട്ടില്ല. ശരിക്കുള്ള വിതരണം തുടങ്ങിയിട്ടില്ല എന്ന് വിഷുവിൻ്റെ മുമ്പ് തുടങ്ങിയിട്ടില്ല. കാരണം വിഷുവിന് പല ലീവുകളും വന്നു. ഇത് തുടങ്ങാൻ കഴിഞ്ഞു. അത് സാങ്കേതിക തകരാറ്. ഈ 2 മാസത്തെ പ്രശ്നം ഈ പോസ്റ്റിലും വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പോസ്റ്റിൽ ഒരുമിച്ച് ഇവർ പറയുന്ന 2 മാസത്തെ അരി കൊടുക്കുമ്പോൾ ഗോതമ്പ് കൊടുക്കാൻ കഴിയില്ല, ഗോതമ്പ് കൊടുക്കുമ്പോൾ ആട്ട കൊടുക്കാൻ കഴിയുന്നില്ല, മണ്ണെണ്ണ കൊടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഈ പോസ്റ്റ് ശരിയായിട്ട് 2 ദിവസമായിട്ടുള്ളൂ. ഇപ്പോൾ ആളുകൾ വരുന്ന 2 മാസം റേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു വരില്ല. നിങ്ങൾ എന്താ മറുപടി പറയുന്നത്? വളരെ പ്രതീക്ഷയോട് കൂടിയാണ്. കാരണം ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ് ആൾക്കാർ തോന്നി ഇവിടെ വരുന്നത്. ആ സമയത്ത് അവർക്ക് പ്രതീക്ഷ 2 മാസം ഒരുമിച്ച് കൊണ്ടുപോകാന്നുള്ളതാണ്. പക്ഷെ കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൊടുക്കാമായിരുന്നു, അതും കഴിയുന്നില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ സ്റ്റോക്ക് എത്തിക്കാനുള്ള നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടത്. അതാണ്. പിന്നെ ഈ ഗോഡൗണിലൊക്കെ വിഷയങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നേരത്തെ പരിശോധിക്കേണ്ടതാണ്. ഇതൊക്കെ ഞങ്ങൾ പരാതിപ്പെട്ടതാണ്. ഗോഡൗണിൽ വിഷയങ്ങളുണ്ട്, അവിടെ തൂക്കി കൊടുക്കുന്നില്ല, അവിടെ അവിടെ എന്താണ് CCTV ഇല്ല. ഞങ്ങൾ പറഞ്ഞു CCTV ഒക്കെ തകരാറുണ്ട് എന്നുള്ള പോലും സമ്മതിക്കുന്നുണ്ട്. അവിടെ CCTV ഉണ്ടോ? ഇല്ല. GPS സംവിധാനം, ലോറികളുണ്ടോ? ഇല്ല. ഇതൊന്നും അവിടെയൊന്നുമില്ല. എന്തെങ്കിലും ഒരു നിസ്സാര വിഷയത്തിൽ റേഷൻ കട എന്നുള്ളതാണ് വിഷുവിന് മുമ്പ് നൽകാനുള്ള തീരുമാനം. അത് പാളുകയായിരുന്നു. സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.